മക്കളെ, നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പെൻറ്റഗണിൻ്റെ പ്രോബ്ലമാണ്. നമ്മൾ പെൻറ്റഗണിൻ്റെ പ്രോബ്ലം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം അതേപോലെ തന്നെയുള്ളൊരു പ്രോബ്ലമാണ്. മക്കൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് മനസ്സിലാവും. സി, ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ. ഒരു പെൻറ്റഗണിൻ്റെ ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് വെൻ അറേഞ്ച് ഇൻ ദി അസെൻഡിങ് ഓർഡർ. അതായത് ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ സമാന്തര ശ്രേണിയിലാണ്. അതായത് ഒരു അസെൻഡിങ് ഓർഡറിൽ പെൻറ്റഗണിൻ്റെ ആംഗിൾ എഴുതി കഴിഞ്ഞാൽ അതൊരു സമാന്തര ശ്രേണിയിലാണ്, അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിലാണ്. അവർ തന്നിരിക്കുന്നത് ഫസ്റ്റ് ടേം, ആദ്യ പദം 42 ആണ്. ഫസ്റ്റ് ടേം ഈസ് 42, അല്ലെങ്കിൽ നമുക്ക് പറയാം ആദ്യ പദം 42 ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ഹിസ് മിഡിൽ ടേം? അതായത് നടുവിലെ പദം എന്താണ്? അപ്പം നമുക്കറിയാം, ഒരു പെൻറ്റഗൺ എന്ന് പറയുമ്പോഴേ, അല്ലെങ്കിൽ ഒരു പഞ്ചഭുജം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പോളിഗൺ. നമ്മൾ ജനറലായിട്ട് ഒരു പോളിഗൺ എന്ന് പറഞ്ഞാൽ പല സൈഡുകൾ കാണും. 3 സൈഡ് കാണും, 4 സൈഡ് കാണും, 5 സൈഡ്, 6 സൈഡ്, 7 സൈഡ്, അങ്ങനെ പലതും ഉള്ളതിനെ പൊതുവായിട്ട് നമ്മൾ പറയുന്നത് പോളിഗൺ. അപ്പം ഇവിടെ നമുക്ക് പഞ്ചഭുജമാണ്, അല്ലെങ്കിൽ പെൻറ്റഗണാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സൈഡ് 5 എണ്ണേ ഉള്ളൂ. അപ്പം n=5. നമുക്ക് ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഒരു പോളിഗണിലെ ടോട്ടൽ ആംഗിൾ n-2 × 180 ആണ്. അപ്പം പെൻറ്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജമാകുമ്പോൾ n=5 ആണ്. അപ്പം നമുക്ക് n-ന് പകരം 5 കൊടുത്താൽ 5 - 2 × 180, അല്ലെങ്കിൽ 3 × 180 540. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഒരു പെൻറ്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജത്തിലെ മൊത്തത്തിലുള്ള ആംഗിളിൻ്റെ സമ്മ് ടോട്ടൽ 540 ആണ്. നമുക്ക് മിഡിൽ ടൈം ആണ് കാണേണ്ടത്. 1, 2, 3, 4, 5. 5 ആംഗിളുണ്ട് പഞ്ചഭുജത്തിന്, അല്ലെങ്കിൽ പെൻറ്റഗണിന് നമുക്ക് 5 ആംഗിൾ ഉണ്ടെന്ന് അറിയാം. n=5 ആണ്. 5 സൈഡുണ്ട്, 5 ആംഗിളും ഉണ്ട്. നമ്മളോട് മിഡിൽ ടൈം ആണ് കാണാൻ പറഞ്ഞത്. നമുക്ക് മിഡിൽ ടൈം കാണാനുള്ള ഒരു ഇക്വേഷൻ അറിയാം, ഒരു സൂത്രവാക്യം അറിയാം. എങ്ങനെയാണ്? സം ഓഫ് ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആംഗിൾസ്. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ്, അതായത് മൊത്തം ആംഗിൾസിൻ്റെ തുക ഡിവൈഡഡ് ബൈ ആംഗിളുകളുടെ എണ്ണം. അപ്പം നമുക്ക് സം ഓഫ് ആംഗിൾസ് ബൈ നമ്പർ ഓഫ് ആംഗിൾസ് എന്ന് പറയുമ്പം 540 ആണ് സം ഓഫ് ആംഗിൾസ്. നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. മൊത്തം 5 ആംഗിളുണ്ട്. അപ്പം ഡിവൈഡ് ചെയ്യുമ്പം 108. ഇതാണ് മിഡിൽ ടൈം. അപ്പം മിഡിൽ ടൈം കിട്ടാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പല കണക്കുകളിലും കണ്ടു കഴിഞ്ഞു. സാറിൻ്റെ പുറകോട്ടുള്ള വീഡിയോസ് എല്ലാ മക്കളും കാണണം. അപ്പം നമുക്ക് മിഡിൽ ടൈം 108 എന്ന് കിട്ടി, അല്ലെങ്കിൽ നടുവിലെ പദം. മിഡിൽ ടൈം എന്ന് പറയുമ്പം നമ്മൾ എന്താ പറയണ്ടേ? നടുവിലെ പദം 108 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ടേംസ്? അതായത് അടുത്തടുത്ത 2 പദങ്ങളുടെ വ്യത്യാസം, അതായത് പൊതുവ്യത്യാസം അല്ലെ കോമൺ ഡിഫറൻസ് അവർ ചോദിച്ചേക്കണേ. അടുത്തടുത്ത 2 പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? D ആണ്, കോമൺ ഡിഫറൻസ് ആണ്. അല്ലെ സെക്കൻഡ് ടേമും തേർഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് D, കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം അവർ ചോദിച്ചേക്കണേ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? ഫസ്റ്റ് ടേം 42, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു ആദ്യ പദം 42 എന്ന് പറഞ്ഞു. ആദ്യ പദം 42 എന്നവർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയുക, ആദ്യ പദം നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 42 എന്ന് നമുക്ക് തന്നു കഴിഞ്ഞു. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു തേർഡ് ടേം അല്ലെങ്കിൽ മിഡിൽ ടേം 108 എന്ന് കിട്ടി. അപ്പം നമുക്ക് തേർഡ് ടേം എന്ന് പറയണത് 108 എന്ന് കിട്ടി. നമ്മളോട് കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം കാണാനാണ് ഇപ്പോൾ ചോദിച്ചേക്കണേ. അപ്പം നമുക്ക് പറയാം തേർഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ എത്ര വരും? 2 × കോമൺ ഡിഫറൻസ് വരും. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ടൈം കഴിഞ്ഞിട്ട് ഒരു ഡിയും കൂടി ചേരുമ്പോഴാണ് സെക്കൻഡ് ടൈം വരുന്നത്. വീണ്ടും ഒരു ഡിയും കൂടെ ചേരുമ്പോഴാണ് തേർഡ് ടൈം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും തമ്മിലുള്ള ദൂരം
2 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. അപ്പം നമുക്ക് തേർഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. ഇത് നമുക്ക് അറിയാവുന്നതാണ്. തേർഡ് ടൈം എന്ന് പറഞ്ഞാൽ 108 ഫസ്റ്റ് ടൈം 42. അപ്പം 108 മൈനസ് 42 2 ഇൻറ്റു പൊതുവ്യത്യാസം വരുന്നത്. അപ്പം 108 മൈനസ് 42 എന്ന് പറയുമ്പോൾ 66 വരും. 66 ഈസിക്കൽ ടു 2D എന്ന് വരും. അപ്പം നമുക്ക് D എന്ന് പറയുന്നത് എത്രയാണ്? 66/2. അപ്പം കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം 33. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? നമ്മളോട് ചോദിച്ചത് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ടേംസ്? അതായത് പൊതുവ്യത്യാസം എത്ര, അല്ലെ കോമൺ ഡിഫറൻസ് എത്ര, അല്ലെങ്കിൽ അടുത്തടുത്ത 2 പദങ്ങളുടെ വ്യത്യാസം, അതായത് പൊതുവ്യത്യാസം എത്രയാണ്? നമുക്കിപ്പോൾ ആൻസർ കിട്ടി 33. ഇനി വീണ്ടും ചോദിച്ചിരിക്കുകയാണ്, ഫൈൻഡ് ദ ലാർജസ്റ്റ് ടേം ഓഫ് ദി പെൻറ്റഗൺ, അല്ലെങ്കിൽ പഞ്ചഭുജത്തിൻ്റെ വലിയ കോൺ കണ്ടുപിടിക്കുക. നമുക്കറിയാം പഞ്ചഭുജത്തിൽ ഇപ്പം ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് പോയേക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് ഫസ്റ്റ് ടൈം സെക്കൻഡ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത്. നമുക്ക് ആദ്യ പദം നമുക്ക് തന്നിട്ടുണ്ട് 42. 42. ഇനി ഇപ്പം നമ്മൾ ചോദിച്ചേക്കുന്നത് അവസാനത്തെ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞേ. അതായത് നമ്മോട് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, പഞ്ചഭുജത്തിൻ്റെ വലിയ കോൺ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫൈൻഡ് ദി ലാർജസ്റ്റ് ടേം ഓഫ് ദി പെൻറ്റഗൺ. അപ്പം നമുക്ക് അഞ്ചാമത്തെ, ഇവിടെ നമ്മളെങ്ങനെയാണ് അവസാനത്തെ പദമാണ് ലാർജസ്റ്റ് എന്ന് എങ്ങനെ മനസ്സിലായി? ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ ഇൻ അരിത്തമാറ്റിക് സീക്വൻസ് വെൻ അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ. നമ്മോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ എന്നാണ്, ആംഗിൾ അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയേക്കണേ. അപ്പോൾ ഒന്നാമത്തെ ആംഗിളിനേക്കാൾ വലുതായിരിക്കും രണ്ടാമത്തെ ആംഗിൾ. ദേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരോഹണ ക്രമമായതുകൊണ്ട് ഒന്നാമത്തെ ടേം 42 എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ടൈം അതിലും വലുത്, മൂന്നാമത്തെ അതിലും വലുത്, നാലാമത്തെ അതിലും വലുത്, അഞ്ചാമത്തെ ഏറ്റവും വലുത്. അപ്പോൾ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ടൈം ഓഫ് ദി പെൻറ്റഗൺ എന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ പഞ്ചഭുജത്തിൻ്റെ വലിയ കോൺ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആരോഹണ ക്രമത്തിലാണ് അവർ തന്നിരിക്കുന്നതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ടൈം ഏറ്റവും ചെറുതും ലാസ്റ്റ് ടൈം ഏറ്റവും വലുതുമായിരിക്കും. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആംഗിൾ എത്രയായിരിക്കും? ഏറ്റവും വലിയ അവസാനത്തെ ആംഗിൾ ആയിരിക്കും. അതായത് ഫിഫ്ത്ത് ടൈം. ഫിഫ്ത്ത് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ഫിഫ്ത്ത് ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം, തേർഡ് ടൈമിൻ്റെ കൂടെ 2D കൂട്ടിയാൽ മതി. കാരണം തേർഡ് ടൈം കഴിഞ്ഞിട്ട് ഒരു D കോമൺ ഡിഫറൻസ് കൂടി വരുമ്പോൾ 4ാം ടൈം വരും. അതിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് അല്ല ഒരു പൊതുവ്യത്യാസം കൂടെ വരുമ്പോൾ 5ാമത്തെ ടൈം ആവും. അപ്പോൾ തേർഡ് ടൈമിൻ്റെ കൂടി 2 ഇൻറ്റു പൊതുവ്യത്യാസം, 3ാം പദം പ്ലസ് 2 ഇൻറ്റു പൊതുവ്യത്യാസം, അല്ലെ 5ാം പദം ഈസിക്കൽ ടു 3ാം പദം പ്ലസ് 2 ഇൻറ്റു പൊതുവ്യത്യാസം, അല്ലെങ്കിൽ ഫിഫ്ത്ത് ടൈം ഈസിക്കൽ ടു തേർഡ് ടൈം പ്ലസ് 2D. ഈസി. കാരണം തേർഡ് ടൈം 108 നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ടൈം അല്ലെങ്കിൽ മിഡിൽ ടൈം അല്ലെങ്കിൽ നടുക്കുള്ള പദം 108 പ്ലസ് 2 ഇൻറ്റു പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ് 33 ആണ്. നമ്മൾ ബോട്ട്മാസ് റൂൾ അനുസരിച്ച് 2 ഇൻറ്റു 33 ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 66 കിട്ടും. അപ്പോൾ 108 പ്ലസ് 66 എന്ന് പറഞ്ഞാൽ 174. അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി ലാർജസ്റ്റ് ടേം, ഫൈൻഡ് ദ ലാർജസ്റ്റ് ടേം ഓഫ് ദി പെൻറ്റഗൺ, അല്ലെങ്കിൽ പഞ്ചഭുജത്തിൻ്റെ വലിയ കോൺ കണ്ടുപിടിക്കുക. അപ്പോൾ ആൻസർ 174. മക്കൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിൻ്റെ 1-to-1 ഹെൽപ്പുണ്ട്. ഈ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ സാറിൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.